ഹൃദയം തകർന്നവരും ഹൃദയം തകർക്കുന്നവരും ഒരുമിച്ച് വാഴുന്ന ലോകമാണിത്. യുദ്ധത്തിൻ്റെ ഭീതിയിൽ ഭീകരത പടർന്നു നിൽക്കുന്ന ഈ ഒരു കാലം, ഇവിടെ നമുക്കൊരല്പം ആശ്വാസത്തിനായി ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദിലക്സിത് നോസ് എന്ന ചാക്രിക ലേഖനത്തെക്കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ലാറ്റിൻ വാക്കുകളാണ്. ഹി ലവ്ഡ് അസ്. ദിലക്സിത് നോസ് എന്നാൽ ഹി ലവ്ഡ് അസ് എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മെ സ്നേഹിക്കുന്നു. അത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും ലേറ്റസ്റ്റായ ചാക്രിക ലേഖനം 2024 ഒക്ടോബർ 24 പുറപ്പെടുവിച്ച ഒരു ചാക്രിക ലേഖനമാണിത്. ദിലക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഇത് പാപ്പായുടെ എത്രാമത്തെ ചാക്രിക ലേഖനമാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് 4ാമത്തെ ചാക്രിക ലേഖനമാണ്. അപ്പോൾ 1, 2, 3 എന്തൊക്കെയാണ്? ഒന്നാമതായി ലൂമൻ ഫിദേയി, ദ ലൈറ്റ് ഓഫ് ഫെയ്ത്ത്. 2013 ജൂൺ 29-ാം തീയതിയാണ് ഈ ചാക്രിക ലേഖനം പുറത്തിറങ്ങിയത്. രണ്ടാമതായി ലൗദാത്തോ സി, ദൈവത്തിന് സ്തുതി, പ്രൈസ് ബി ടു യു. 2015 മെയ് 24 പുറത്തിറങ്ങി. മൂന്നാമതായി ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരങ്ങൾ. 2020 ഒക്ടോബർ 3-ാം തീയതിയാണ് ഇത് പുറത്തിറങ്ങിയത്. ഇതാ അവസാനമായി 4ാമത്തേത് ദിലക്സിത് നോസ്, ഹി ലവ്ഡ് അസ്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദിലക്സിത് നോസ് എന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ. 1ാമത്തെ ചാക്രിക ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ചും, 2ാമത്തെ ചാക്രിക ലേഖനത്തിൽ പ്രകൃതിയെക്കുറിച്ചും, 3ാമത്തെ ലേഖനത്തിൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞ് പാപ്പ ഇപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക്. ഈ ചാക്രിക ലേഖനം തിരുഹൃദയ ഭക്തിയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് കുർബാന സ്വീകരിക്കുവാനും ഉള്ള ഒരു ക്ഷണമാണിത്. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ പങ്കുചേർന്ന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരണമെന്നും ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചാക്രിക ലേഖനത്തിൽ 28,000 വാക്കുകളാണുള്ളത്. 220 ഖണ്ഡികകളും 227 അടിക്കുറിപ്പുകളുമാണ് ഉള്ളത്. ആമുഖം, തുടർന്ന് 5 അധ്യായങ്ങളായിട്ടാണ് ഈ ചാക്രിക ലേഖനം ക്രമീകരിച്ചിരിക്കുന്നത്. ഹൃദയം എന്താണെന്നും അതിൻ്റെ ദാർശനികമായ വ്യാഖ്യാനങ്ങളിലൂടെ പാപ്പ ഈ ലേഖനത്തിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. തത്വശാസ്ത്രത്തിൽ നിന്നുള്ള ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാപ്പ ഹൃദയത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല ഫിലോസഫേഴ്സിനെയും അവരുടെ ഫിലോസഫികളെയും ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും റെഫർ ചെയ്ത് ഹൃദയത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. അതിനു പുറമെ 2ാം വത്തിക്കാൻ കൗൺസിൽ സൂചിപ്പിക്കുന്നതും സൂനഹദോസുകളുടെ പ്രമാണരേഖകളെയും അടിസ്ഥാനമാക്കി വളരെ ശാസ്ത്രീയമായിട്ടാണ് ഹൃദയത്തെക്കുറിച്ച് ഈ ലേഖനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. പാപ്പ പറയുന്ന ഒരു നല്ലൊരു സെൻറ്റൻസ് ഉണ്ട്: ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ സാധിക്കുമെന്ന്. ഒരു വിശ്വാസിക്കും അവിശ്വാസിക്കും, ദാർശനികനും സാഹിത്യകാരനും, പാരമ്പര്യവാദിക്കും ആധുനീകരണവാദിക്കും ഒരുപോലെ മനസ്സിലാകുന്ന അവതരണ രീതിയും ഭാഷയുമാണ് പാപ്പ ഉപയോഗിച്ചിരിക്കുന്നത്. പാപ്പായുടെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളും ദൈവശാസ്ത്രങ്ങളും ബോധ്യങ്ങളും പ്രതീക്ഷയുമെല്ലാം ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഹൃദയം ഇല്ല എന്നതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നാം ഹൃദയം ഉള്ളവരായിട്ട് മാറണം. ഹൃദയം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും ഒരു പ്രതീകമാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ തിരുഹൃദയം സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. ഈ ദിവ്യ ഹൃദയത്തോടുള്ള ഭക്തി കാലിക പ്രസക്തമാണെന്ന് പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം, മധ്യപൂർവേഷ്യയിലെ യുദ്ധം, അഭയാർത്ഥി പ്രവാഹം, മതതീവ്രവാദം, ക്രൈസ്തവ ദേവാലയങ്ങളിലെ അക്രമവും ബോംബ് പൊട്ടലും, ക്രിസ്മസ് ചന്തകളിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ആളുകളെ കൂട്ടക്കൊല നടത്തുന്നത്, യൂറോപ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസം, ഇതെല്ലാം കാണുമ്പോൾ ലോകത്തിന് ഹൃദയം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നും.
ലോകം ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഞാൻ എന്നത് എൻ്റെ ഹൃദയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. മറ്റുള്ളവരുമായി എന്നെ അല്ലെങ്കിൽ നമ്മെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്ന ആധ്യാത്മിക ശക്തിയാണ് നമ്മുടെ ഹൃദയം. ഹൃദയത്തിന് മൂല്യച്യുതി ഉണ്ടായാൽ നാം സംസാരിക്കുന്നതിലും മൂല്യച്യുതി ഉണ്ടാകും, നമ്മുടെ പ്രവൃത്തികളിലും മൂല്യച്യുതി ഉണ്ടാകും. അതുകൊണ്ട് നാം ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുന്നവരായിട്ട് മാറണം. ഹൃദയത്തിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നമ്മെ തന്നെ നാം കണ്ടുമുട്ടുന്നതിന് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്ന പാപ്പായുടെ പഠനം വലിയൊരു തിരിച്ചറിവ് നൽകുന്നതാണ്. ഹൃദയപൂർവ്വം സംസാരിക്കാനും ഇടപഴകാനും കഴിയുമ്പോൾ നാം ഹൃദയത്തെ സുഖപ്പെടുത്തുന്നവരായിട്ട് മാറുന്നു. ഈ ചാക്രിക ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പാപ്പ പറയുന്നു, ലോകം കടന്നു പോകുമെന്നും ഹൃദയം എന്നും നിലനിൽക്കുമെന്നും അതുകൊണ്ട് ഹൃദയപൂർവ്വം നാം ഓരോരുത്തരും മുന്നോട്ട് നടന്നു നീങ്ങണം എന്നാണ്. പാപ്പായുടെ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, എല്ലാ മനുഷ്യരുടെയും സത്വത്തിൻ്റെ കേന്ദ്രമെന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പ്രാണവായു കേന്ദ്രമായ ഹൃദയമാണ്. രണ്ടാമതായി, നമ്മുടെ ഹൃദയത്തിന് വേണ്ട പൊതുജീവൻ്റെ ഉറവ അത് കുത്തിത്തുറക്കപ്പെട്ട യേശുവിൻ്റെ തിരുഹൃദയമാണ്. യേശുവിൻ്റെ തിരുഹൃദയം സകല യാഥാർത്ഥ്യങ്ങളുടെയും ഏകീകരണ തത്വമാണ്. ഈ ലോകത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നാം യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കണം. കാരണം യേശു തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴിയാണ് ഈ ലോകത്തെ രക്ഷിച്ചത്. മൂന്നാമതായി, യേശുവിൻ്റെ തിരുഹൃദയത്തെ ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിക്കുന്നത് ദൈവം തൻ്റെ ജനത്തോട് അനുകമ്പ കാണിച്ച സ്നേഹത്തിൻ്റെ ഉറവിടമാണ് തിരുഹൃദയം. ആ യേശുവിൻ്റെ തിരുഹൃദയത്തോട് ഒന്നായി ചേരുവാൻ നമ്മെ സഹായിക്കുന്നത് തിരുഹൃദയ ഭക്തിയാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു? നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, നാം നമ്മുടെ ഭവനങ്ങളിൽ യേശുവിൻ്റെ തിരുഹൃദയ ചിത്രം വയ്ക്കുക. നമ്മെയും നമ്മുടെ കുടുംബത്തെയും തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. കാരണം ഈ ചിത്രം രക്ഷയുടെ അടയാളമാണ്. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് നാം ഒരുങ്ങണം. മാസാദ്യ വെള്ളിയാഴ്ചകളിലെ ദിവ്യകാരുണ്യ ആരാധനകളിൽ 1 മണിക്കൂർ ഭക്തിപൂർവ്വം ദൈവത്തെ ആരാധിക്കണം. തിരുഹൃദയത്തിൻ്റെ സ്നേഹം ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നാം കണ്ടെത്തണം. നാം എല്ലാവരും നമ്മുടെ കർത്താവായ യേശു സ്നേഹിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെ അതേ രീതിയിൽ നാം സ്നേഹിക്കണം. തിരുഹൃദയത്തിൻ്റെ ജീവജലത്തിൽ നിന്നും നാം നമ്മുടെ ദാഹം അകറ്റി മറ്റുള്ളവരുടെ ദാഹം അകറ്റുന്നവരായി മാറണം. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും കൂമ്പാരങ്ങൾ തകർത്ത് സ്നേഹ സംസ്കാരം പണിയുവാൻ യേശുവിൻ്റെ തിരുഹൃദയത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. അവസാനമായി, മുറിവേറ്റ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണം. അതിന് 2 വഴിയാണ് പാപ്പ പറഞ്ഞിരുന്നത്. 1, നമ്മുടെ തെറ്റ് അംഗീകരിക്കുക. 2, മാപ്പ് ചോദിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നെ കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ, ദിലക്സിത് നോസ് ഹി ലവ്ഡ് us, അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന ചാക്രിക ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. തിരുഹൃദയത്തെ നമുക്ക് അറിയുവാൻ സാധിക്കും. തിരുഹൃദയ ഭക്തിയിൽ വളരുവാനുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു ചാക്രിക ലേഖനം, ഫ്രാൻസിസ് പാപ്പായുടെ ഈ ലേഖനം വാങ്ങി വായിക്കുക. എല്ലാവർക്കും നല്ലൊരു ഹൃദയം ആശംസിക്കുന്നു.